ഹലോ ആർമീസ്, ഇത് വിവേഴ്സ് ജി കുക്ക് മലയാളം എക്സ്പ്ലനേഷൻ ആണ്. കുറെ പേരൊക്കെ ഇത് മിസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഞങ്ങളും കുറച്ച് ലൈവ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ജി കുക്കിന്റെയാണ്. അത് കഴിഞ്ഞിട്ട് വി ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ജെങ്കുക്ക് ആണെങ്കിൽ ഒരു ലോങ് ലൈവ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഇതൊരു ലോങ് ആയിട്ടുള്ള ലൈവ് ആണ്. അപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് വിട്ടുപോയിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അത് കേട്ടിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യുക. ജി കുക്ക് ലൈവ് ഫുൾ റീക്യാപ്പ്. ബിടിഎസ് കംബാക്ക് ഉടൻ വരുന്നു. അടുത്ത സ്പ്രിംഗ് സമയത്തായിരിക്കും. ആർമീസ്, ജിമ്മിനും ജങ്കുക്കും ഒത്തുചേർന്ന് ലൈവിൽ വന്നിരിക്കുന്നു. ഈ ലൈവിൽ മുഴുവൻ കംപ്ലീറ്റ് സ്റ്റാർസും അതുപോലെ തന്നെ കംഫോർട്ടും വളരെ കോമഡി ആയിരുന്നു. ആദ്യം തന്നെ അവര് ആർമീസിനെ എല്ലായ്പ്പോഴും തന്നെ വെൽക്കം ചെയ്തു. ജിമ്മിൻ കൂടാതെ ഐ മിസ് യു ആർമീസ് എന്ന് കുറെ തവണ പറയുന്നുണ്ടായിരുന്നു. ജിമ്മിൻ പറഞ്ഞു തുടങ്ങിയ തന്നെ തന്റെ വെയിറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ അവര് വളരെയധികം പ്രയത്നത്തിലായിരുന്നു. എന്തായിരിക്കും ഇവർ ഇങ്ങനെ കുറെ കഠിനാധ്വാനം ചെയ്തെന്ന് ജിമ്മിൻ എടുത്തെടുത്ത് പറഞ്ഞത്? വേറൊന്നുമല്ല, ഒരു വലിയ കാര്യത്തിനായിട്ടാണ്. അപ്പോഴേക്കും ജെങ്കുക്ക് നമുക്ക് വേണ്ട സർപ്രൈസ് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തായിരുന്നു കേട്ടോ. നെക്സ്റ്റ് സ്പ്രിങ്ങിന് എന്തായാലും ബിടിഎസിന്റെ കംബാക്ക് ആണ്. ഇനി വെയിറ്റ് ചെയ്യാൻ കഴിയില്ലെന്നും നെക്സ്റ്റ് സ്പ്രിങ്ങിന് എന്തായാലും, അതായത് 2026 സ്പ്രിങ്ങിൽ ഉറപ്പായിട്ടും ബിടിഎസിന്റെ കംബാക്ക് കാണുമെന്ന് ജെങ്കുക്ക് ഉറപ്പിച്ചു പറഞ്ഞു. പിന്നീട് അവര് യൂഷ്വൽ ആയിട്ടുള്ള TC മോഡിലേക്ക് തന്നെ എത്തി. ജിമ്മിൻ വീണ്ടും വീണ്ടും ജെങ്കുക്കിനോട് ലിപ് ബാമിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇവർ ഇടയ്ക്കിടയ്ക്ക് ജേഹോപ്പിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. പിന്നെ ജിമ്മിൻ പറയുന്നുണ്ട് ജെങ്കുക്കിനാണെങ്കിൽ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നൊക്കെ ഒരു സ്വഭാവം ഉണ്ടെന്ന് തമാശ രൂപേണ പറയുന്നുണ്ട്. അതിനിടയിൽ തെളിവായിട്ട് ജെങ്കുക്ക് എടുത്ത ഫോട്ടോസും കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ടീസിംഗ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ലൈവില് ജിമ്മിൻ പറയുന്നുണ്ട് ഷുഗയും നംജൂനും കൂടെ ഒരു തവണ ഷോപ്പിങ്ങിന് പോയായിരുന്നു. അപ്പോ ഞാനും കൂടെ പോയി. എനിക്ക് പ്രത്യേകിച്ച് ഷോപ്പ് ഒന്നും ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവരുടെ കൂട്ടത്തിൽ പോയതാണ്. എന്നാ തിരിച്ചു വന്നപ്പോഴത്തേന് അവരൊന്നും വാങ്ങിക്കാതെയും ഞാൻ 3 ബാഗ് സാധനങ്ങളുമായിട്ടാണ് മടങ്ങിയെത്തിയെന്നും ജിമ്മിൻ തമാശ രൂപേണ പറയുന്നു. പിന്നീട് പറയുമ്പോഴത്തേന് വി എപ്പോഴും വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഇപ്പോ വിയുടെ ബോഡി ഭയങ്കര സെറ്റാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് വന്നത് പ്യുവർ നൊസ്റ്റാൾജിയാണ്. അവര് ഹൈബി യൂട്യൂബ് ചാനലിലെ പഴയ വീഡിയോസ് ഒക്കെ കാണുമായിരുന്നു. കണ്ടുപോയപ്പോഴത്തേന് ജിമ്മിൻ പറയുന്നുണ്ട് ഞാനിപ്പോ ആ പഴയ 18 വയസ്സുകാരനായിരുന്നു, ഇപ്പോഴാണെങ്കിലും 31 വയസ്സാകുന്നു. അവർ ആ വീഡിയോ കണ്ടിട്ട് പഴയ കാലത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇപ്പോഴത്തെ കാലം പറയുമ്പോൾ ഇപ്പൊ 31 വയസ്സായതുകൊണ്ട് ബോഡി പെയിൻ ഒക്കെയാണ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. ഇനി പാസ്റ്റ് ഒന്നുമില്ല, പാസ്റ്റ് ഒക്കെ കഴിഞ്ഞ കാര്യമാണ്, നമ്മൾ ഫ്യൂച്ചറിലേക്ക് തന്നെ പോകണമെന്ന് വീണ്ടും ജിമ്മിൻ പറയുന്നു. ജെങ്കുക്ക് സോഡ പോപ്പ്, ഗോൾഡൻ സോങ്സ് ഒക്കെ പാടുകയും ചെയ്തു. ജിമ്മിൻ അതിനിടയ്ക്ക് പറയുന്നുണ്ട് താൻ ഡ്രീം കാണുന്ന പോലെയും എന്നും അതൊരു സിമുലേഷൻ പോലെയാണെന്നും. അപ്പൊ ജെങ്കുക്ക് പറഞ്ഞു ഇതെന്താ നമ്മളൊരു സിസ്റ്റം ആണോ, RVA സിസ്റ്റം 2 എന്നും ജെങ്കുക്ക് ചോദിക്കുന്നുണ്ട്. അവരെല്ലാം ഇപ്പോഴും മ്യൂസിക് എഡിറ്റിംഗിലും കംബാക്ക് വർക്കിലും ആണ്. ഈ ഹാർഡ് വർക്കിങ്ങിന്റെ ഇടയിൽ ഇവർ വളരെ ബിസി ആയി പോകുന്നുണ്ട്. അതിനാലാണ് ഇടയ്ക്കൊന്നും ലൈവ് വരാത്തതെന്നും എന്നാൽ കൂടുതൽ സമയം ഇനി ലൈവ് വരാൻ ശ്രമിക്കാമെന്നും ഇവര് പറയുന്നുണ്ട്. അവസാനത്തിൽ നോക്കുവാണെങ്കിൽ ജിമ്മിൻ ജെങ്കുക്കിന്റെ ഹെൽത്ത് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഡിഡ് യു ഈറ്റ് എന്ന് ജിമ്മിൻ ചോദിക്കുമ്പോൾ ജെങ്കുക്ക് എസ് പറയുന്നുണ്ട്. ജിമ്മിനാണെങ്കിൽ നീ സ്ലീപ്പ് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ എസ്. അപ്പോ ബി ഹെൽത്തി ആൻഡ് സ്മൈൽ എ ലോട്ട് എന്ന് പറഞ്ഞിട്ട് ലവ് യു, താങ്ക് യു സോ മച്ച് ആർമീസ് എന്നും പറഞ്ഞിട്ട് അവര് ലൈവ് എൻഡപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇവര് ക്യൂട്ടായിട്ടും ഫണ്ണി ആയിട്ടും റിയൽ ആയിട്ടും ഉണ്ടായിരുന്നു ഈ ലൈവില്. ഇപ്പോഴാണ് അറിഞ്ഞത് BTS is coming back next spring. അവരൊക്കെ സൂപ്പർ എനർജറ്റിക് ആയും ഹാർഡ് വർക്കിംഗുമാണ്. സ്റ്റിൽ ഫുൾ ഓഫ് ലവ് ഫോർ ആർമീസ്. ഇവരുടെ ഈ ലൈവിൽ കേൾക്കുമ്പോൾ ആർമീസിനാണെങ്കിൽ സന്തോഷം തന്നെയാണ്. അതുപോലെ തന്നെ എസ്പെഷ്യലി നമുക്കൊരു OT7 വൈബിനെ കുറിച്ച് കിട്ടുമ്പോൾ അവരുടെ ബോണ്ടിങ്, ടീസിങ്, പാസ്റ്റ് ഫ്ലാഷ് ബാക്സ്, ഫ്യൂച്ചർ പ്ലാൻസ്, കംബാക്ക് ഹിൻസ് എല്ലാം ഈ ലൈവിൽ ഉണ്ടായിരുന്നു. ഇതൊരു സിമ്പിൾ ലൈവ് അല്ല, ഇത് ആർമീസിനുള്ള ഒരു ഗിഫ്റ്റ് പോലെയാണ്.